മുടി സ്ട്രോങ് ആവാനും ലോങ് ആവാനും തിക്കാവാനും ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഹെയർ അത്യാവശ്യം തിക്നെസ് വന്നത്. അത് മാത്രമല്ല, ഞാൻ ഹെയർ പാക്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു വീട്ടിൽ. ഈ കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് അതെ, ഞാൻ എൻ്റെ ഓരോ ഹെയർ സ്ട്രാൻഡ്സ് എടുത്തിട്ട് നമുക്കത് വലിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അത് എത്ര ട്രാൻസ്പാരൻറ്റ് എനിക്ക് തോന്നി ഈ ഹെയർ പാക്ക് ഇട്ടിട്ട് ഓൺ ദാറ്റ് ലുക്കിൽ തന്നെ നിങ്ങളെ കാണിക്കണമെന്ന്. ഷോർട്ടാണെങ്കിൽ നമുക്ക് ലോങ് ഹെയർ വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഷോർട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ലോങ് ആവാൻ അത്യാവശ്യം സമയമെടുക്കും, നല്ല രീതിയിൽ സമയമെടുക്കും, നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ. ഹലോ ഗായ്സ്, സോ ഇത് എഗെയിൻ ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആയിരിക്കും. ആക്ച്വലി ഇത് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ റിലേറ്റഡ് സ്റ്റോറി ആയിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ എങ്ങനെയാണ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് എങ്ങനെയായിരുന്നു ഹെയർ ഉണ്ടായിരുന്നത്, ആൻഡ് ഇപ്പോഴത്തെ ഹെയറിൻ്റെ അവസ്ഥ, ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഓക്കെ, പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തമിഴിൽ കണ്ടുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെങ്കിൽ മാത്രം കാണാം. ഓക്കെ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. അപ്പോൾ മൈ നെയിം ഈസ് നിമിത ആൻഡ് ദിസ് മൈ ചാനൽ. ഇറ്റ്സ് മീ നിമി. സോ ഡു സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നിങ്ങൾ എല്ലാവരിലും എന്നിലേക്ക് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഹെയർ എന്ന് പറയുന്നത്, എനിക്ക് പണ്ട് ചെറുപ്പത്തിലെ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ ഹെയർ ഭയങ്കര തിക്കായിരുന്നില്ല, ഭയങ്കര തിൻ ഹെയർ ആയിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ പറയുമായിരുന്നു. എനിക്ക് തിന്നെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ കേട്ടോ, കുഞ്ഞ് വാവയായിരുന്നപ്പോൾ. അപ്പോൾ എനിക്ക് 2 പ്രാവശ്യം പണി പോയി മുട്ടടിക്കാൻ സമ്മതിച്ചു. ലൈക്ക് ഒരു പ്രാവശ്യമേ അടിച്ചിട്ടുള്ളൂ മുട്ടടിക്കുക. ലൈക്ക് തല എന്താ പറയുക, നമ്മുടെ തല ഇതാക്കില്ലേ, തലമുടി വടിക്കില്ലേ, അങ്ങനെ ചെയ്യുന്ന സംഭവം 1 പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 2 പ്രാവശ്യം മുട്ട വടിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ മുടി വളരും എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എനിവേസ് ചേച്ചിയിലൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് ചേച്ചിക്ക് അത്യാവശ്യം തിക്നെസ് ഉള്ള ഹെയർ ആണ്. അപ്പോൾ ചേച്ചി ഞാൻ എപ്പോഴും അടിയാണ്. എന്താ വെച്ചാൽ ചേച്ചിക്ക് ഭയങ്കര തിക്കുള്ള ഹെയർ ആയിരുന്നു. എനിക്ക് ആണെങ്കിൽ നല്ല തിന്നാണ്, ലോങ്ങും അല്ല ഷോർട്ടും അല്ല, അങ്ങനത്തെ ഒരു മീഡിയം ഹെയർ ആണ്. സോ അങ്ങനത്തെ ഒരു പേരിൽ ഞാനും ചേച്ചി എപ്പോഴും അടിയാണ്. അടി മീൻസ് ഞാൻ ആ ചേച്ചിന് ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനത്തെ സമയത്താണ് ലൈക്ക് കുറച്ചും കൂടി വലുതായപ്പോൾ എനിക്ക് തോന്നി ഹെയർ കെയർ ചെയ്യണം, എനിക്ക് ഈ ഹെയർ എന്തായാലും കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കണം എന്നുള്ള രീതിയിലേക്ക് എനിക്ക് ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വിചാരിക്കുന്ന ഒരു ഓൺലൈൻ ഒരു ഇത് കണ്ടു. ഞാൻ പെയ്ഡ് പ്രൊമോഷൻ അല്ല, ലൈക്ക് ഒരു എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിലാസ് ഹെയർ ഓയിൽ. ഓക്കെ, അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഹെയർ അത്യാവശ്യം തിക്നെസ് വന്നത്. അത് മാത്രമല്ല, ഞാൻ ഹെയർ പാക്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു വീട്ടിൽ. ആ പാക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ലൈക്ക് അതൊക്കെ ഞാൻ വഴി പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു മാറ്റം വന്നു. അതായത് ഹെയർ നല്ലപോലെ തിക്കാവാൻ തുടങ്ങി. തിക്കാവുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല ഹെയറിൻ്റെ ഹെൽത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ സെക്കൻഡ് ബോട്ടിൽ വാങ്ങിച്ചു, 2ാമത്തെ ബോട്ടിൽ വാങ്ങിച്ചു. അപ്പോൾ അതും എനിക്ക് യൂസ് ചെയ്തപ്പോൾ 2 ബോട്ടിൽ ഏകദേശം തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കിങ്ങനെ പറ്റില്ല. ലൈക്ക് എൻ്റെ പഠിച്ചത് ഞാൻ പുറത്താണ്. അപ്പോൾ പഠിക്കാൻ പോകുമ്പോൾ എനിക്കിത് വാങ്ങാൻ പറ്റിയില്ല ഇൻ ദ സെൻസ് അവിടേക്കും ഡെലിവറി ഉണ്ടാവുമായിരിക്കും. ബട്ട് ഞാൻ അതിൻ്റെ സ്റ്റഡീസിൻ്റെയൊക്കെ ഭാഗമായിട്ട് എനിക്ക് ഹെയർ കെയർ അത്ര ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടുത്തെ വെള്ളവും അത്ര നല്ലതല്ലായിരുന്നു. എൻ്റെ ഹെയർ കൊഴിയാൻ തുടങ്ങി, അത്യാവശ്യം നല്ല രീതിയിൽ കൊഴിയാൻ തുടങ്ങി. നിർത്തിയത് കൊണ്ടാണോ വെള്ളം യൂസ് ചെയ്തുകൊണ്ടാണോ എനിക്ക് ഡൗട്ടുണ്ട്. ബട്ട് എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല രീതിയിൽ കൊഴിയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്താ ചെയ്തേ, എനിക്ക് കണ്ണി കണ്ട എൻ്റെ ഹെയർ പാക്സ് ഞാൻ തന്നെ കണ്ടുപിടിച്ചുണ്ടാക്കാൻ തുടങ്ങി. എൻ്റെ ഹെയർ എങ്ങനെയാണ്, ഹെയർ ടെക്സ്ചർ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഹെയറിൻ്റെ എന്താണ് തിക്നെസ്, അതുപോലെ തന്നെ ഹെയറിൻ്റെ ഒരു ഈ സംഭവം ഉണ്ടാവില്ലേ, നമ്മളൊരു ലൈക്ക് ഹെയർ എങ്ങനെയാണ് കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു രീതി എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പാക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കുറച്ച് ഇത് യൂട്യൂബിൽ നിന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മളുടെ ഹെയർ ലോങ് ആണോ, ലൈക്ക് അതിന് സ്ട്രോങ് ആണോ, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ തിക്നെസ് ഉണ്ടോ. ഓരോ ഹെയർ സ്ട്രാൻഡ്സ് എടുത്തിട്ട് നമുക്കത് വലിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അത് എത്ര ട്രാൻസ്പാരറ്റി ഉണ്ടോ, ലൈക്ക് ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ വലിക്കുമ്പോൾ അത് മനസ്സിലാവും. നമ്മളുടെ മുടി ഇങ്ങനെ നീളുവാണെങ്കിൽ, ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ നിൽക്കുവാണെങ്കിൽ അതിനെന്തോ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പോലെ എൻ്റെ രീതിയിലുള്ള ഒരു സംഭവമൊക്കെ എടുത്തു. ഞാനിപ്പോൾ മുടി കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് അതെ, ഞാൻ എൻ്റെ ഹെയറിൽ ഒരു പാക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പാക്ക് എന്ന് പറഞ്ഞത് ആക്ച്വലി ഈ സംഭവം പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ എടുത്തത്. അല്ലെങ്കിൽ എനിക്ക് കുളിച്ച് റെഡി സുന്ദരിയായി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് നമുക്ക് വീഡിയോ ചാറ്റ് ചെയ്യാമായിരുന്നു. ബട്ട് ദെൻ എനിക്ക് തോന്നി ഈ ഹെയർ പാക്ക് ഇട്ടിട്ട്
ഓൺ ദാറ്റ് ലുക്കിൽ തന്നെ നിങ്ങളെ കാണിക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെ പാക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല. ആക്ച്വലി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെയറിന് അടിപൊളിയായിട്ട്, ഞാൻ സെക്കൻഡ് യൂസാണിത്. സെക്കൻഡ് യൂസ് ഇൻ ദ സെൻസ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ചേഞ്ച് വന്ന പോലെ തോന്നി. ലൈക്ക് ചേഞ്ച് വന്ന പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ എൻ്റെ ഹെയർ പാക്കും അതുപോലെ തന്നെ ഹെയർ ഓയിൽ മാറ്റി. ഹെയർ ഓയിൽ ഇൻ ദ സെൻസ് ഞാൻ അതിൻ്റെ റിവ്യൂ അടിപൊളിയാണ്. ലൈക്ക് ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും തല ഓയിൽ ചെയ്ത് കുളിക്കാത്ത ഒരാളാണ്. എനിക്ക് ഹെയർ ഓയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തോ പോലെയാണ് മുടിയിൽ ഇങ്ങനെ ഈ ഹെയർ ഓയിൽ ഇരുന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടുപിടിച്ചിരിക്കും. എനിക്ക് ആ ഹെയർ സ്റ്റൈൽ എനിക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ആക്ച്വലി എവിടെയെങ്കിലും പോകാൻ റെഡി ആകുമ്പോൾ മുടി അങ്ങനെ എണ്ണയുള്ളതാണെങ്കിൽ എനിക്ക് കലിപ്പ് കയറുന്നൊരു സീനാണ്. എനിക്ക് ഇഷ്ടമല്ല മുടി വെണ്ണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഷാമ്പൂ ഇട്ട് കളയും. അപ്പോൾ ഞാൻ അതും ഇതാണ്. പിന്നെ വേറെ മൂന്നാമത്തെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഷാമ്പൂ യൂസ് ചെയ്യുവാണെങ്കിൽ മൈൽഡ് ഷാമ്പൂ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടീഷണർ എന്തായാലും യൂസ് ചെയ്യുക. അപ്പോൾ അത് അതുപോലെ നിൽക്കും. നമ്മൾ ഹെയർ കെയർ ചെയ്യുവാണെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഹെയർ പാക്ക് ഇട്ട ദിവസങ്ങളിൽ നമുക്ക് ഷാമ്പൂ ഇടേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമ്മൾ വെറുതെ മുടിയെടുത്ത് കഴുകിയാൽ മതി. അങ്ങനെ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന പാക്ക് വന്നിട്ട് ലൈക്ക് ഒരു മൈലാഞ്ചിന് ഹെന്ന പോലത്തെ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഒരു സ്പെഷ്യൽ ആക്കിയിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. ബിക്കോസ് അതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ പറയുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ലൈക്ക് എന്താ പറയുക, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളായാലും കമൻറ്റ് ബില്ലോ. ഓക്കെ, ദെൻ ഞാൻ പറയാൻ പോകുന്ന വെച്ചാൽ എൻ്റെ ഹെയർ അത്യാവശ്യം തിക്കായി തുടങ്ങി ഇൻ ദ സെൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അത് മറ്റുള്ളവർക്ക് കണ്ടാൽ ഫീൽ ചെയ്യുന്ന രീതിയിലേക്കാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എൻ്റെ ഹെയറിൻ്റെ ആ ഒരു ടെക്സ്ചർ എനിക്കറിയാമല്ലോ. അപ്പോൾ അത് ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു ഹെൽത്തി ഹെയർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ദെൻ അപ്പം അങ്ങനെ തോന്നുന്നു. അപ്പം ഞാൻ ഈ ഹെയറിൻ്റെ ഞാനൊരു എന്താ പറയുക, പുറത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മുടി നീളം വെക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ലൈക്ക് എൻ്റെ മുടി തിക്നെസ് ഇല്ലാതെ മുടി നീളം വെച്ചിട്ടൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം. ബട്ട് ദെൻ എനിക്ക് നീളം വെക്കണമെന്നായിരുന്നു. ബിക്കോസ് എൻ്റെ നീളം അത്ര വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നീളത്തിൽ എൻ്റെ ഒരു മീഡിയം ഹെയർ ആയിരുന്നു. സോ അതിൽ താഴെ മുടി വളരില്ല മീൻസ് മുടിക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മുടി അങ്ങോട്ടേക്ക് എത്തുന്നില്ല. അതിന് മുമ്പ് ഞാൻ വെട്ടിക്കളയും. അതാണ് എൻ്റെ ഏറ്റവും വലിയ റോങ് ഡെസിഷൻ. ലൈക്ക് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമ്പൾസീവാണ്. സോ എനിക്ക് തോന്നിയാൽ ഞാൻ അതുപോലെ ചെയ്യും. അതുപോലെ എടുത്ത് ചാർജ് ചെയ്യുന്നൊരു ആളാണ്. സോ ഞാൻ എന്താ ചെയ്തത്, ഞാൻ അവിടെ പഠിക്കാൻ പോയപ്പോൾ ഞാനൊരു ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തേക്ക് പോയി. സോ അവൾ മുടി വെട്ടുവാണ്. അപ്പോൾ അവൾ മുടി കുറച്ച് കയറ്റി വെട്ടി ഷോർട്ട് ഹെയർ ആക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ വെട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വെട്ടണ്ടേ, ഭയങ്കര കൺഫ്യൂഷൻ. സോ ദാറ്റ് ഞാൻ അവസാനം ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ല, വിളിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഓക്കെ ചേച്ചി നമുക്ക് ചെയ്യാം, വെട്ടിക്കളയാം എന്നല്ല, വെട്ടാം, ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കാൻ മുടി. അപ്പോൾ ജസ്റ്റ് ഇവിടം വരെ ഇട്ട് ഷോർട്ടാക്കിയിട്ട് വെട്ടി ഞാൻ എവിടെയെങ്കിലും കൊടുക്കാം. ഷോർട്ട് ഹെയറിൻ്റെ എന്തെങ്കിലും വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം, വീഡിയോ ഓർ ഫോട്ടോ സംതിങ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം മുടി ലുക്കായിരുന്നു. ലൈക്ക് നമുക്കൊരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ലൈക്ക് മുടിക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു ലുക്ക് കിട്ടും. കാരണം നമുക്ക് എന്ത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും, ഓപ്പൺ ഹെയർ ആണെങ്കിലും ലുക്കായിരിക്കും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം. സോ ലോങ് ഹെയർ ആവുന്നുമില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുക, അങ്ങനെ കുറേ പാക്സ് ഒക്കെ ട്രൈ ചെയ്തു. അപ്പം അമ്മ പറഞ്ഞു, നീ ഇങ്ങനെ പോയി മുടി വെട്ടിയിട്ട് പിന്നെ എനിക്ക് ലോങ് ഹെയർ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും. ഇപ്പം മുടി ലോങ് ഹെയർ ആണെങ്കിൽ നമ്മുടെ എന്ത് ഹെയർ സ്റ്റൈലും ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മുടി ഷോർട്ടാണെങ്കിൽ നമുക്ക് ലോങ് ഹെയർ വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഷോർട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ലോങ് ആവാൻ അത്യാവശ്യം സമയമെടുക്കും, നല്ല രീതിയിൽ സമയമെടുക്കും, നമുക്കറിയാമല്ലോ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ. സ്ട്രോങ് ആവാനും ലോങ് ആവാനും തിക്കാവാനും ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്ത് തന്നെ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങളും മുടീനെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം ഞാനത് ആക്ച്വലി എൻ്റെ 2-3 ദിവസമല്ലല്ലോ ഞാൻ എന്തെങ്ങനെ. ഓക്കെ ഫൈൻ. ആക്ച്വലി ഞാനൊരു 1 മന്ത് മുമ്പുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മുടി കളർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രസ്സിൽ തന്നെ, ലൈക്ക് ഇങ്ങനത്തെ ഡ്രസ്സിൽ തന്നെ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ട്. ഒരു അലമ്പ് ഡ്രസ്സാണെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ മുടി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല. ആക്ച്വലി ഞാൻ മുടി കളർ ചെയ്തിട്ടുള്ളതാണ് പുറമെ ചെന്നിട്ട്. പക്ഷേ മുടി കളർ ചെയ്തപ്പോൾ തന്നെ മുടിയുടെ ഡാമേജ് ആയി. ഹീറ്റ് യൂസ് ചെയ്ത് മുടി കളർ ചെയ്യാൻ പാടില്ല, ബ്ലീച്ച് യൂസ് ചെയ്തിട്ട് മുടി കളർ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, വീട്ടിലോട്ട് വാങ്ങിയിട്ട് നമുക്ക് തന്നെ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് സ്ട്രിക്സിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു. അത് ഒട്ടും ഫ്ലോപ്പായിരുന്നു. ലൈക്ക് നമ്മളുടെ മുടി
കളറായോ ഇല്ല, എന്നാൽ പിന്നെ എൻ്റെ ഹെയറിലെന്തോ ഡാമേജ് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും അത് വർക്കൗട്ട് ആയില്ല ആക്ച്വലി. അപ്പം എനിക്ക് തോന്നി അങ്ങനെയൊന്നും ചെയ്യേണ്ട, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും വേറെ പാക്കൊക്കെ ട്രൈ ചെയ്യാം. കളർ ചെയ്യുന്നതിൽ ഇപ്പം എന്താ അത്ര വലിയൊരു കാര്യം? കളർ ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിലും അത് ഹെൽത്തി ആയിട്ടുള്ള മുടിയല്ല നമുക്ക് ഏറ്റവും വലിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കളർ ചെയ്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പാക്ക് ഉണ്ടാക്കി. പാക്കിനെ കുറിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹെയറിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഹെയർ നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സൊക്കെ നമ്മൾ ഒരുമിച്ച് ഇനി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എന്ത് ഹെയർ സ്റ്റൈൽ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അടുത്ത് ചെയ്തൊരു കാര്യം, അതായത് എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹെയർ കട്ട് ചെയ്ത് തന്നത് ആരാണ്? എൻ്റെ അനിയത്തിയാണ് എനിക്ക് ഹെയർ കട്ട് ചെയ്ത് തന്നത്. അപ്പം ഹെയർ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു, ഞാനിങ്ങനെ സ്പ്ലിറ്റ് ഹാൻഡ്സ് മാത്രം വെട്ടിയിട്ടുണ്ടാവും, പിന്നെ ജസ്റ്റ് ഒന്ന് ലെയറാക്കി വെട്ടി. പക്ഷെ അതിന് ശേഷം സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹെയറിന് അത്യാവശ്യം നല്ലൊരു ഹെൽത്ത് വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നുന്നു, നമ്മൾ മുടിമ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ. അപ്പം നമ്മളെല്ലാവരും ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഈ ലോങ് വീഡിയോയിൽ ഞാൻ പറയുന്നത് ഷോർട്ട് ആക്കണോ ലോങ് ആക്കണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതായത് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യുകയാണ്. അത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണോ അതോ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ദെൻ മുടി വെട്ട്. അപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോ പാർട്ട് 1 ആണ് ഇത്. പാർട്ട് 1 ഓഫ് ദ ഹെയർ കെയർ വീഡിയോ ആണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോസ് പാർട്ട് 2 ആകുമ്പോൾ ഷോർട്ട് വീഡിയോ വേണം, ലോങ് വീഡിയോ ആണ്, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, പാർട്ട് 2ൽ നിങ്ങൾക്ക് എന്താണ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഹെയർ പാക്ക് ചെയ്യുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ഒരു എന്താ പറയുക, ഹെയർ കെയറിൽ ഫസ്റ്റ് ചെയ്ത് ഞാൻ ഹെയർ കട്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ നിങ്ങളൊരു ഹെയർ കെയർ ജേണിയാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ കുട്ടികളായിരിക്കാം, മേ ബി സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഹെയറിന് അത്ര കെയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മുടി നല്ലപോലെ വൃത്തിയാക്കുക മീൻസ് തല ഡാൻഡ്രഫ് ഉണ്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ തലയിൽ താമസം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അത് നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഷാമ്പൂ, ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുക ഷാമ്പൂ ചെയ്തതിന് ശേഷം. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാക്ക് ഇടുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കൊക്കെ നമ്മൾ അതിനനുസരിച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം അതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഹെയർ വൃത്തിയാക്കുക എന്നുള്ളതാണ്. ആദ്യം ഓയിൽ ചെയ്തിട്ട് നമ്മൾ മുടി നന്നായിട്ട് ഈരിയിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് മുടി ഉണക്കാം. ഓക്കെ, അതാണ് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മുടി ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. ദാറ്റ് മീൻസ് ഫുൾ അങ്ങോട്ട് വെട്ടിക്കൊടുക്കുക എന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. അടി മാത്രം, അതായത് നമ്മുടെ ഹെയർ സ്പ്ലിറ്റ് വരുന്ന സമയത്ത് ആ സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ള സ്ഥലത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുക. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം അതെല്ലാ സമയത്തും അല്ല, നമ്മൾ അങ്ങനെ ഒരു 2 മന്ത്സിനുള്ളിലെങ്കിലും ചെയ്യാന്നുള്ളതാണ്. ഒരു 2 മന്ത്സ് കൂടുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് എൻഡ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മുടീനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു സ്ഥിരമായിട്ടുള്ളൊരു ഓയിൽ നമ്മൾ കയ്യിൽ വേണം. എല്ലാ ഓയിലും നമ്മൾ മാറി യൂസ് ചെയ്യരുത്. നമുക്കൊരു ഓയിൽ പർട്ടിക്കുലർ ഒരു ഓയിൽ നമുക്ക് വേണം. അപ്പോൾ അത് നമ്മൾ നോക്കാം. ദെൻ പാക്ക് മസ്റ്റ് ആണോ എന്ന് ഞാൻ പറയില്ല, ബട്ട് മസ്റ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമുക്കൊരു ഹെയർ തിക്നെസ്, ഹെയർ ലെങ്ത്ത്, ഹെയർ സ്ട്രെങ്ത്ത് ഇതൊക്കെ നല്ലപോലെ വേണം എന്ന് ആഗ്രഹമുള്ളവർ അവരുടെ ഹെയറിനനുസരിച്ചുള്ള പാക്ക് ചെയ്താൽ ഹെയർ അടിപൊളിയാവും. ഐ എം ഡാം ഷുവർ, എനിക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഈ ഹെയർ പാക്കിനെ പറ്റിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇത്രയും കുറച്ച് ലോങ് ആണെന്ന് തോന്നുന്നു. എനിവേസ് നിങ്ങൾ കണ്ടിരുന്നതിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ വീഡിയോയിൽ ഇടാം കേട്ടോ. ഐ മീൻ ലൈക്ക് ആൻഡ് കമൻറ്റ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ ഒന്നും പറയാനില്ല. ബൈ, ഇറ്റ്സ് മീ ടാറ്റ.